മോർണിംഗ്. ഞാനൊരു വഴിക്ക് നടക്കുന്നതാ, ഇവർ അടുത്ത വഴി കൂടെ. എവിടെ നിന്നാണ്? ഞങ്ങൾ പാലക്കാട് നിന്നാണ്. ചെത്തൽ റോഡ്, പാലക്കാട് ചെത്തൽ. പൂരത്തിന് സ്ഥിരം വരവുണ്ടോ അതോ സ്ഥിരം വരവുണ്ട്. എത്ര കാലമായിട്ട്? ഞങ്ങളൊരു 10-20 വർഷമായിട്ടുണ്ടാവും. മുമ്പ് ഞാൻ പറഞ്ഞില്ല, ആദ്യമായി പൂരം വരുന്നവരെ കണ്ടു. അത് കഴിഞ്ഞ് നിരന്തരം പൂരത്തിന് വന്നേ തീരൂ എന്ന് തീരുമാനിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഞാൻ പറഞ്ഞത്. രാവിലെ 3 മണിക്ക് എണീച്ച് നമ്മൾ പോകുന്നു. അപ്പോൾ പൂരത്തിന്റെ ഈ ദിവസത്തെ ഒരു രീതികളൊക്കെ എങ്ങനെയാ? നമ്മൾ രാവിലെ അവിടെ എത്തി, ഇനി ഇതെല്ലാം കണ്ട് 4 മണിക്ക് പാലക്കാട് നിന്ന് 4 മണിക്ക് പോന്നു. മണ്ണാർക്കാട് ചെത്തൽ പറഞ്ഞു. എന്നിട്ട് ഒരു 6:30 ഇവിടെ എത്തി. ഞങ്ങൾ അവിടുന്ന് എല്ലാ കാഴ്ചകളും എടുത്തോ? ഇല്ല. ഇനി കുടമാറ്റം കൂടി കഴിഞ്ഞ് അതെ എല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഇത് ഇവിടെ തന്നെ പൂരം റൂമിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, ഈ ബാഗ് ഷോൾഡർ ബാഗ് കണ്ടപ്പോഴാണ് ബാക്ക് പാക്ക് ഒക്കെ ആയിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇന്നിങ്ങനെ ഈ ഒരു പകലും ഈ ഒരു രാത്രിയും ഒക്കെ ഫുള്ള് കണ്ട് മുഴുവൻ കണ്ട് പൂരം മതിയാവില്ല. എന്നാലും നമുക്ക് ഇത് കഴിഞ്ഞു പറഞ്ഞ പോകണല്ലോ. ഈ മതിയാവില്ല പൂരം കണ്ടാൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫീൽ എന്താണ് അതിൻ്റെ? ആന ഇത് കണ്ടാൽ നമ്മൾ മതിയാവും. എത്ര കണ്ടാലും, ഇനി നാളെ കണ്ടാലും മറ്റന്നാൾ കണ്ടാലും ഒക്കെ നമ്മൾ ഇതൊന്നും കൂട്ടില്ല. അതാണോ ഈ ആനപ്രേമമാണോ ഇവിടെ എത്തിക്കുന്നത്? അധികം എത്തണത് ആനയാണ്. മേളത്തിന്റെ പ്രേമികൾ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളൊക്കെ മേൽപ്രേമികളാണ്. ആന മാത്രമല്ല കേട്ടോ, മേളപ്രേമികളുണ്ട്. ആനയ്ക്ക് മാത്രമായിട്ട് പൂരത്തെ പതിച്ചു കൊടുക്കേണ്ടതാണോ? അത് പറ്റില്ല, മേളത്തിനും വേണല്ലോ. അതാണ്, മേളത്തിനും വേണം. രണ്ട് ആനയും മേളവും തോറ്റുപോയി പൂരം. മഠത്തിൽ വരവും പഞ്ചവാദ്യം ടോപ്പാണ്. മഠത്തിൽ വരവിന്റെ പഞ്ചവാദ്യം ടോപ്പാണ്, അതാ പറഞ്ഞ. പിന്നെ ഞങ്ങൾ ഇലഞ്ഞിത്തറ മേളം അവിടെ കിടന്ന് കാണും ഫുള്ളായിട്ട്. ഇലഞ്ഞിത്തറ മേളമായി, മഠത്തിൽ വരവായി, ആനപ്രേമമായി, അല്ലേ? മേളവും ആനയും ഒന്നിച്ചു ചേരുന്ന പൂരമായി. അതെ അതെ അതെ. കുടമാറ്റം, പിന്നെ വെടിക്കെട്ട് നമ്മൾ അത്രയും ശ്രദ്ധിക്കില്ല. എന്നാലും ഒന്ന് ഒഴിഞ്ഞു നിന്ന് കാണും. ഇവര് പാലക്കാട്ടുകാരാ, പാലക്കാട്ട് നെന്മാറ. അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ പൂരമായിട്ട് കണ്ടുകൊണ്ട് എല്ലാ പൂരത്തിനും പോകും. എല്ലാ പൂരം പോണ ആൾക്കാർ ഏതൊക്കെയാ ഒന്ന് പേര് പറഞ്ഞു? നെന്മാറ വല്ലെങ്കിൽ പല്ലാവൂരപ്പം എന്നല്ല, അത് 15 കൊല്ലം കൂടുമ്പോഴുള്ള പൂരാണ്. പിന്നെ കുനിശ്ശേരി കുമ്മാട്ടി, കാവശ്ശേരി പൂരം, അവിടെയൊക്കെ മരുന്നുപണിയല്ലോ ടോപ്പാ. അതൊക്കെ കഴിഞ്ഞോ? മറ്റേത് കഴിയണേല്ലോ. പിന്നെ ഇനിയുള്ളത് പാർക്കോട്ടാവ്. അപ്പം ഇതിൻ്റെയൊക്കെ തലതൊട്ടപ്പനാണോ തൃശ്ശൂർ പൂരം? അതാണ് എന്താ സംശയമല്ലേ? തൃശ്ശൂര് ബാക്കിയൊക്കെ അത്രയും കൂടെ ഇല്ലെങ്കിലും ഈ വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും. കണ്ടില്ലേ, തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ മണ്ണിൽ നിന്ന് പൂരങ്ങളായ പൂരങ്ങളെക്കുറിച്ചൊക്കെ കണ്ടും കേട്ടും ആസ്വദിച്ച് നടക്കുന്ന നല്ല കിണ്ണൻ പാലക്കാട്ടെ 4 ആശാന്മാരെ ഇങ്ങനെ കൈ കൊണ്ട് തരികയായിരുന്നു, അല്ലേ? അതിനുവേണ്ടി ആയിരിക്കണം കേട്ടോ. രാവിലെ ഞങ്ങളിങ്ങനെ ഒരു വഴി കൂടെ നടന്നു വന്നപ്പോൾ പാസ് ചെയ്ത് പോയപ്പോൾ ഒന്ന് ചിരിച്ചു, ഞാനും ചിരിച്ചു. നമ്മൾ പാസ് ചെയ്തു, ഇതാ വീണ്ടും ഈ ആൾക്കൂട്ടത്തിൽ വീണ്ടും കണ്ടുമുട്ടിയതാണ്. വളരെ യാദൃച്ഛികമായൊരു സന്തോഷം. അപ്പോൾ ഏതായാലും പേരിനൊന്നും ഒരു പ്രസക്തിയില്ലെന്നറിയാം. ധനേഷ്. കാരണം വെച്ചാൽ നമ്മൾ പൂരം പറമ്പിൽ കണ്ടുമുട്ടുന്ന മനുഷ്യരാണ്, മുഖമാണ് നമ്മുടെ മനസ്സിൽ പതിയുന്നത്. ധനേഷ്, ഗോപകുമാർ, രാംദാസ്, കാളിദാസ്, ഓക്കെ, തങ്കപ്പൻ, ഓക്കെ. അപ്പോൾ ഇവർ പാലക്കാട് തന്നെ. ഇവർ പറയുന്നതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് കേട്ട ഒരാളിങ്ങനെ അടുത്ത് ഇവരെന്തെങ്കിലും തെറ്റിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള മട്ടിലായിരുന്നല്ലേ? എല്ലാം കറക്റ്റല്ലേ പറഞ്ഞു? കറക്റ്റ് പറഞ്ഞ ശരി, കറക്റ്റാണ്. അപ്പോൾ അതിനും ശരിവെച്ച് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളുടെ പൂരം നടക്കട്ടെ. ഞാൻ ഓക്കെ, ഉറപ്പായി ഞങ്ങളുടെ പൂരം ഇവിടെ നടക്കുക.